ഈ ക്രൂരയായ ഏട്ടത്തിയും ഏട്ടനും കൂടി എന്നെ അവിടെ നിലത്ത് കിടത്തി. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കലാണ്. ശനിയാഴ്ച നൻവിയുടെ ഡാൻസിന്റെ അരങ്ങേറ്റം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളെല്ലാവരും എവിടെയാണ് നിൽക്കുന്നത്, ഒരു വീട്ടിലാണോ, എങ്ങനെയാണ് നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആണോ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഈ വീഡിയോ വന്നത്. പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് സംഭവം നമ്മൾ നിൽക്കുന്ന വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്, നമ്മളെ പഴയ വീട് തന്നെയാണ്. പഴയ നമ്മൾ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്ന നമ്മളെ തറവാട് വീട് റിന്യൂവൽ ചെയ്ത് അങ്ങനെ നമ്മളിപ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് നമ്മളെ താമസം. ഇവർക്ക് തീരെ സുഖമില്ല, കാരണം ഇന്നലെ തൊട്ട് ജലദോഷമാണ് കേട്ടോ മെയിനായിട്ട്. പുന്നാട് തെയ്യം ഉണ്ടായിരുന്നു, നമ്മളെ അച്ഛൻ്റെ തറവാടുള്ള സ്ഥലമാണ് പുന്നാട് തെയ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുന്നതിലിടക്കേ പനി അല്ല ജലദോഷം ക്ഷീണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അതിന് ശേഷം അന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ തണുപ്പൊന്നും കൊള്ളാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ. എത്ര മണിക്കാർ പുലച്ചക്ക് 2 മണിക്കല്ലേ വീട്ടിലെത്തിന്. എന്നിട്ട് മഞ്ഞും കണ്ടിട്ട് സുഖമില്ല. ഇപ്പം ഏകദേശം ഇവിടെ ജലദോഷം എനക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ സൗണ്ട് ഏകദേശം മാറിയിട്ടുണ്ട്. താങ്ക് യു. അപ്പം നമ്മൾ ഏകദേശം വീട്ടിലിതാണ് നമ്മുടെ ചെടിയും കാര്യങ്ങളും. ഇതെല്ലാം ഞാൻ എൻ്റെ മിനി വ്ളോഗിൽ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചാൾക്കാരെയും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സെപ്പറേറ്റ് ചാനൽ തുടങ്ങി എന്നെല്ലാം പറഞ്ഞിട്ടും കുറച്ച് കമൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ആദ്യമുള്ള ചാനൽ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി എടുത്തിട്ട് വന്ന് ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതായാലും അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ, നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോക്കാന്ന്. അത്ര നേരാണ്ട് ഇറങ്ങുന്ന അൻവി അല്ലേ? ഒരു കഷ്ണം തരൂലല്ലോ നീ? ഒന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ പിന്നെ വാങ്ങിക്കൊണ്ട് തരാം കേട്ടോ. എന്നാൽ ഞാൻ കൊണ്ടുതരാം. പണ്ട് മുതലേ ഗാർഡനിങ്ങിലും കൃഷിയിലും ഒക്കെ താല്പര്യമായിരുന്ന ആളാണ്. വെള്ളം തീർന്നാ? പൈപ്പ് മടങ്ങിയത് കൊണ്ട് വെള്ളം കിട്ടുന്നില്ല. ഇന്ന് ലീവുള്ള ദിവസമായിട്ട് പോലും സ്കൂളിൽ പോയിട്ട് വന്ന അൻവി എന്തിനാ പോയേ? ഡാൻസ് പഠിക്കുന്നുണ്ട് അൻവി. അൻവിന്റെ ഡാൻസ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഫുള്ള് പ്രാക്ടീസിലാണ് ഉള്ളത് അൻവി. ശനിയാഴ്ച അൻവിയുടെ ഡാൻസിന്റെ അരങ്ങേറ്റം. എന്തെന്നായാലോ ഇത് നമ്മളെ ആശാൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആടെ നടക്കുന്നതിനത് ഇതിൻ്റെ അകത്തെല്ലാം കുറച്ച് നനച്ചാട്ടെ. ഇതെല്ലാം തിന്നാ ഇത് അതെല്ലാം മാറ്റി. അമ്മ ചന്ദനക്കുറി തൊട്ട് രാവിലെ തൊട്ട് അത് ഉച്ചയാകുമ്പോൾ കിടന്നേരം മാഞ്ഞു പോയി. രണ്ടാമത് എടുത്ത് ചന്ദനം തൊട്ട് ആ ഒരു ലുക്ക് നിലനിർത്തുന്ന അമ്മ. വെച്ചുവിട്ടെ, നമ്മളെ സ്വന്തം വെച്ചുവിട്ടെ. ഞാൻ കയറി വരുമ്പോൾ തന്നെ ട്രൗസർ ഒന്നും ഇടാണ്ട് നടക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് വന്ന. നീ ഇങ്ങനെ നടന്നോ ട്രൗസർ ഒന്നും ഇടാണ്ട് കേട്ടാ. ആകെ ഉണ്ടായിരുന്ന ഒരു നാരങ്ങ കൂടി നിലത്തിട്ട് കളഞ്ഞുകൊണ്ട് അൻവി കരയുകയാണ്. കരയുന്നുണ്ടാ അമ്മി? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാ? കരയുന്നുണ്ടാ? എന്നാ മോനെ ഒളിച്ചു നിന്നിട്ടെല്ലാം പറയുന്നേ? മൂത്രയിച്ചാ? എച്ചൂട്ടൻ എപ്പോഴും ഇവിടെ എടുക്കുമ്പോ അപ്പൊ തന്നെ മൂത്രയിക്കുന്ന ഒരാളാണ് എച്ചൂട്ടൻ. എച്ചൂട്ടന് അത്രയ്ക്ക് സ്നേഹമാണ് മേമയോട് അല്ലേ? എന്നാ സംഭവം എന്നാ? ഞാൻ ആടുന്ന് പോലെ നിൽക്കുമ്പോ അത് അച്ഛൻ പോയി നോക്കി അങ്ങ് കാണിച്ചു കൊടുക്കും. ഇപ്പൊ അച്ഛണ്ടാ ഇതാണ് നമ്മുടെ പണി നടക്കുന്നത്. ഇപ്പം ഇങ്ങനെ പണി തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി, 1.5 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഇത്രയായി പണി നടക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇത്ര പണിയായാലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് പക്ഷേ പണിക്ക് ആൾ വന്നിട്ടില്ല. പണിയെടുക്കുന്ന കാണിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ പണീൻ്റെ ആൾക്കാരൊന്നുമില്ല. നമ്മൾ മാത്രം ഇങ്ങനെ താഴെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒന്നുമില്ല. എന്നാ വീടിനെ പറ്റിയിട്ട് 2 അഭിപ്രായം. വീട് നല്ല വീടാണ്. 2 റൂമാണ്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല.
അങ്ങനെ നമ്മളെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ വീട് എടുത്തിട്ട് തന്നെ ഏകദേശം 2-3 കൊല്ലമായി കേട്ടോ. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, അന്ന് എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്താ പറയണ്ടേ, എടുത്ത ലോണ്, രണ്ടാമത് ലോണ്, അങ്ങനെ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ വീട് ഏകദേശം ഇത്ര ആക്കിയത്. അപ്പോൾ അതിന് ശേഷം ആദ്യം പ്ലാനിങ് കൊടുത്തപ്പോൾ തന്നെ ഒരു റൂമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ആക്കിയതാണ്. ആദ്യം എടുത്ത് എല്ലാം മുകളിലേക്ക് എടുക്കാനുള്ള പ്ലാൻ ഇട്ട് പിന്നെ എല്ലാം ക്യാൻസലാക്കി. കാരണം ഇവിടെ വേറെയും കുറേ ചിലവ് എക്സ്ട്രീം വന്ന് മുകളിലേക്ക് എടുക്കാനുള്ള പ്ലാൻ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങ് തുടങ്ങിയതാണ്. നമ്മൾ കുറഞ്ഞത് ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ ഇതൊന്ന് വർക്ക് തീർത്തെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. തുടക്കം ഘട്ടം കാണിച്ചു തരണം എന്ന് വിചാരിച്ചു. ആദ്യം ഈ വരയും കൂടി എല്ലാം വരച്ചിട്ടാകും കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതിങ്ങനെ സീരിയൽ പോലെ കൊണ്ടുപോകാനുള്ള പ്ലാനല്ല. ഫുള്ള് വാഴകളുടെ സൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് ഈടെ ഒരു സിറ്റ് ഔട്ടിലാക്കുന്നുണ്ട്. സംഘാട്ടിന് ഈടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പുറമേ നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാമെന്നല്ല പറയുന്നത്. ഈടെ ഒരു എന്തല്ലോ സിറ്റ് ഔട്ട് എന്തോ സെറ്റപ്പെല്ലാം ആക്കിയിട്ട് അല്ലേ, മലകളും കാടുകളും പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വാഴ കാണാം ഇവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രസം, നിങ്ങളുടെ സൂര്യൻ്റെ സൂര്യരശ്മികൾ പതിയുന്ന ഈ സണ്ടാറ്റിൻ്റെ സാധനം കണ്ട അങ്ങ് ഉച്ചയിൽ കൊണ്ടച്ചിട്ട് ഇത് ഈടിയുള്ള സാധനേനു. ഈ കല്ല് പൊട്ടിച്ച് നോക്കുമ്പോൾ എടുത്തിട്ട് നമ്മളിത് അവിടെ കൊണ്ടച്ച് കേട്ട് അപ്പുറത്തോട്ട് ഇറങ്ങാൻ ഞാൻ പറഞ്ഞാണ്. ജില്ലയോ എടാ, ഇങ്ങക്ക് തരാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ലോ. അങ്ങോട്ട് പോകുമ്പോ കണ്ടില്ലേ സാധനം? അല്ല, ഓനെ ഇന്നലെ വിളിച്ചു പറഞ്ഞല്ലോ. എന്നാ വീട്ടിൽ കയറി പോകുമ്പോ ഒരു സാധനം കണ്ടില്ല, അത് എന്തോ സാധനമാണ്. ഒന്നുമില്ല, മേടിക്കാടുന്ന് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും സാധനം ആയിരിക്കും. പ്ലാസ്റ്റിക് സാധനം ഇടുന്ന ഇല്ലാന്ന്. എന്തെന്ന് നിങ്ങൾ ശരിക്കും ഞെട്ടിട്ട് അപ്പോഴും ഓനെ വിളിക്കൂ. മുട്ടായി ആയിരിക്കും. മുട്ടായി ഫ്രിഡ്ജിൽ നിന്ന് മുട്ടായി എടുത്ത് കൊടുത്തിരുന്നേ. അവൻ വിളിച്ചോണ്ടിരിക്കല. ആരാ വിളിക്കുന്നേ? എങ്ങനെയാണ് ബന്ധുവാകുന്നത്? ഒന്ന് നോക്കറ വന്ന് തെയ്യത്തിന് 20 ഉറുപ്പ്യക്ക് വാങ്ങിയ സാധനം. ഇത് ഒട്ടുകൂടെ വീട്ടിൽ സ്ഥിരം കാഴ്ചയായിരിക്കും. മോട്ടർ കവിഞ്ഞൊഴുകി വെള്ളം പോകുന്നത്, അല്ല മോട്ടറല്ല, ടാങ്ക് കവിഞ്ഞൊഴുകിയിട്ട് വെള്ളം പോകുന്നത് സ്ഥിരം കാഴ്ച നിങ്ങൾക്ക് ഇവിടെയും കാണാം സുഹൃത്തുക്കളെ. മാതാശ്രീ ഓഫാക്കിയാ? ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ വീടിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഫ്രണ്ടിൽ അവിടെ പോയി നിന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാനാകുന്നില്ല. അച്ഛനവിടെ തോർത്ത് വിട്ടിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ വേട്ടത്തിൽ നനയ്ക്കുന്ന അണ്ടിയാ നല്ലോണം നനക്കുന്നേ. അത് അച്ഛൻ കപ്പൊക്കെ ആടില്ല, അടുത്ത് ചെടിക്കാനിച്ച് അച്ഛൻ കപ്പൊക്കെ നനക്കുന്നു. ഓക്കെ, ഇത് വേറൊന്നല്ല, ഒരു വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടിനിടയിലാണുള്ളത്. വാവ് ചിരിക്കുന്നുണ്ടാ? നല്ലോണം ചിരിക്കുന്നുണ്ടാ? അടിപൊളിയായിട്ട് ചിരിക്കുന്നുണ്ടാ? എച്ചിട്ട് ചിരിക്കുന്നുണ്ടാ? ചിരിക്കുന്നുണ്ടാ? ഇത് അതിഭയങ്കരമായി റീൽ ഷൂട്ടിംഗ് ആണ്. അൻവീനല്ല, അൻവീനെ വീട്ടിന്റെ അപ്പുറത്തെ കുട്ടീനെ അവരെ പഠിപ്പിക്കുന്നു. അവരെയൊക്കെ നമുക്കൊരാളെ കിട്ടിയാ മതി. പക്ഷെ ഇവൻ ആള് സൂപ്പറാട്ടാ. ഇതെവിടെ സൂപ്പറാ, അഭിനയിക്കാൻ പറഞ്ഞ് ജീവിക്കുന്നു. പോലീസ് സ്റ്റേഷനില്ല, ഇവിടെ നമ്മള് ചായ കുടിയാണ്. നമ്മളിവിടെ വ്ളോഗ് എടുക്കുന്നത്, അവരവിടെ റീൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ മേലത്തെ പണിയെല്ലാം നടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ വീട് പണിഞ്ഞിട്ട്, അതായത് വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. അതിൻ്റെ അകത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം. അപ്പോൾ അതിന് മുമ്പ് 2 കൊല്ലം ഉണ്ടായിരുന്നു. അതായത് വീട് തുടങ്ങുമ്പോൾ മുകളിൽ എടുക്കണം എന്നെല്ലാം പറഞ്ഞു നിന്നിട്ട് പിന്നെ വീട് മുകളിൽ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് അത്രയും കാലം ഞാൻ എവിടെയാണ് കിടന്നുകൊടുന്ന പറഞ്ഞാട്ടെ? പറ. അല്ല, അതെല്ലാം എല്ലാവരോടും പറയണക്ക്. പറ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെൻട്രൽ ഹാളിൽ TV എല്ലാം വെച്ച് ആ ഒരു ഏരിയ കാണിച്ചു. ഞാൻ ഇപ്പോൾ ഉള്ളിൽ കാണിക്കുന്നില്ല, ഇവക്ക് വരെ സങ്കടം. ആടെ പോയി കിടക്കുക. ആടത്തെ പണി അത് ശരി, ആടെ വീട് പിന്നെ മൊത്തത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ടൈമേനു. അപ്പോൾ
അപ്പൊ ഈ വീട് എല്ലാം കഴിഞ്ഞ് ഏകദേശം കുറച്ച് കഴിഞ്ഞാറാ പറയുന്നത് അപ്പുറത്തൊന്ന് വീടൊന്ന് നമുക്കൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിയാക്കിയോണ്ട് മാത്രം എനിക്കൊരു റൂം കിട്ടി. റൂമും കിട്ടി, ഒരു കിടക്കയും കിട്ടി, നല്ലൊരു ഫാന് എല്ലാം ഉള്ള റൂം കിട്ടി. കല്യാണം കഴിയേണ്ടി വന്ന് എനക്കൊരു കിടപ്പാടം കിട്ടുക. നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും കാലം ഈ ക്രൂരയായ ഏട്ടത്തിയും ഏട്ടനും കൂടി എന്നെ അവിടെ നിലത്ത് കിടത്തി. സുഹൃത്തുക്കളെ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ടില്ല ഇറക്കുന്ന ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവള് 2 റൂം എടുക്കുന്നതിന് മുകളില്, അതുകൊണ്ട് ഒരു റൂം മോന് വിട്ടുകൊടുത്തിട്ട് പോരെ. എന്തെന്ന് ആക്കിയാലും ഞാൻ ആ 2 കൊല്ലം നിലത്ത് കിടന്നതിന് പകരാവൂലല്ലോ. ആവാ എടാ, അന്തി പുതിയ ഫോണെല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടാ. ഹലോ, നമ്മളെ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ദേവൂട്ട് ആർട്ടിസ്റ്റ്. ദേവൂട്ടിന്റെ സൈക്കിൾ നമ്മൾ നല്ല ബലൂണെല്ലാം വെച്ച് അലങ്കരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കല കേട്ടോ. അമ്മേനൊന്നും ചെയ്യണ്ട, ആപ്പന് ക്ഷമിച്ച്. 2 കൊല്ലത്തത് ഞാൻ ആപ്പന് ക്ഷമിച്ചിന്. നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. വിട്ടെ എന്തിനാ ആപ്പനോട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ അവൻ ചോദിക്കുന്നു. വീണത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലപ്പാട് അതുപോലെ ഇടുവേ, കളയാണ്ട് ഓടുമ്പങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ. ആഹാ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞാട്ടെ. സ്വാഗതം ഞാനാ പറഞ്ഞ, അതുകൊണ്ടാന്ന് വൈൻഡപ്പ് നീ പറഞ്ഞോ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പോയിക്കോ. ആ, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പോയി.